പ്രോബ്ലം 357 ഡിവൈഡഡ് ബൈ 35. എവിടെയാണ് ഡിവിഡൻഡ് സെറ്റ് ചെയ്യേണ്ടത്? ഡിവിഡൻഡ് ഡിജിറ്റ്സ് 3, ഡിവൈസർ ഡിജിറ്റ് 2. 3 - 2 = 1, 1 - 1 = 0. 0 പൊസിഷനിൽ നമുക്ക് ഡിവിഡൻഡ് സെറ്റ് ചെയ്യാം. നമുക്ക് ഈസി ആക്കാൻ വേണ്ടിയിട്ട് നമ്പർ ഓഫ് ഡിവിഡൻഡ് ഡിജിറ്റ് 3 അല്ലേ, ഈ ഡിവിഷൻ സൈനും കൂടി ചേർത്തിട്ട് മൈനസ് ചെയ്യാം. 3 - 3 = 0. അപ്പോൾ 0 പൊസിഷനിൽ നമ്മൾ ഡിവിഡൻഡ് സെറ്റ് ചെയ്യുന്നു. 357. ഡിവൈസർ എത്രയാണ്? 35. ഓക്കെ, ഇനി ആൻസർ എവിടെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇവിടെ ഡിവൈസർ ആണോ ഡിവിഡൻഡ് ആണോ വലുത്? രണ്ടും ഒരേ സംഖ്യയാണ് അല്ലേ. ഇവിടെയും 35, ഇവിടെയും 35. ഡിവൈസറിലെ 2 ഡിജിറ്റ് കൺസിഡർ ചെയ്യുമ്പോൾ അതേ ഡിജിറ്റ് തന്നെയാണ് ഡിവിഡൻഡിലും വരുന്നത്. രണ്ടും ഒരേ സംഖ്യയാണ് അല്ലേ. അപ്പോൾ ഡിവൈസർ ചെറുതോ അല്ലെങ്കിൽ അതേ സംഖ്യയോ ആണെങ്കിൽ നമ്മൾ ജമ്പിങ് റോഡിൽ വേണം ആൻസർ സെറ്റ് ചെയ്യാൻ. എവിടെയാണോ ഡിവിഡൻഡ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതിൽ നിന്നും ഒരു റോഡ് സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത റോഡിൽ വേണം ആൻസർ സെറ്റ് ചെയ്യാൻ. അപ്പോൾ ടെൻസ് റോഡിൽ നമുക്ക് ആൻസർ സെറ്റ് ചെയ്യാം. ഓക്കെ, 35 ൽ 35 1 ടൈം അല്ലേ. 1 ഈ 1 കൊണ്ട് നമുക്ക് 2 ഡിജിറ്റിനെയും ഗുണിച്ച് പ്ലസ് ചെയ്യണ്ടേ. 1 3s are 3, 1 5s are 5 അല്ലേ. 1 35s are 35 പ്ലസ് ചെയ്തു, ബാലൻസ് 7 അല്ലേ. ഇപ്പോൾ എത്ര ആൻസറായി? 1 0 10, റിമൈൻഡർ 7. ഇനി നിങ്ങൾക്ക് ഡെസിമൽ ആൻസർ ആണ് വേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു 0 ഇവിടെ ബോറോ ചെയ്യുന്നു. ഇപ്പോൾ 7 0 70. 70ൽ 35 നോക്കാം. ഓക്കെ, 7ൽ 3 എത്ര ടൈംസ് ആണ്? 2 ടൈംസ് അല്ലേ. 2 3s are 6. അതെവിടെയാണ് സെറ്റ് ചെയ്യേണ്ടത്? ഇവിടെ 35 70യേക്കാൾ ചെറുതാണ് അല്ലേ. 35 ആണ് ചെറുത്. അതുകൊണ്ട് നമുക്ക് ഒരു റോഡ് സ്കിപ്പ് ചെയ്തിട്ട് വേണം ആൻസർ സെറ്റ് ചെയ്യാൻ. അപ്പോൾ എവിടെ വരും? ഈ റോഡ് സ്കിപ്പ് ചെയ്യുക, ഇവിടെ ആൻസർ സെറ്റ് ചെയ്യണം. 7ൽ 3 2 ടൈംസ് 2 3s are 6, 2 5s are 1 0 10 പ്ലസ് ചെയ്തു. ആൻസർ ഈസ് 1010.2. 522 ഡിവൈഡഡ് ബൈ 58. 3 - 3 = 0. 0 പൊസിഷനിൽ ഡിവിഡൻഡ് സെറ്റ് ചെയ്യാം. 522 ഡിവൈസർ 58. ഓക്കെ, ഇവിടെ എന്താണ് പ്രത്യേകത? ഡിവിഡൻഡിലെ ഫസ്റ്റ് ഡിജിറ്റും ഡിവൈസറിലെ ഫസ്റ്റ് ഡിജിറ്റും ഒന്ന് തന്നെയാണ്, 5 തന്നെയാണ്. മാത്രമല്ല ഡിവൈസറിലെ സെക്കൻഡ് ഡിജിറ്റ് വലുതാണ്, അതുകൊണ്ട് നമുക്ക് 9 യൂസ് ചെയ്യാം. എവിടെയാണ് ആൻസർ പ്ലേസ് ചെയ്യേണ്ടത്? ഡിവൈസറാണ് വലുത് അല്ലേ, അതുകൊണ്ട് തൊട്ടടുത്ത റോഡിൽ തന്നെ ആൻസർ പ്ലേസ് ചെയ്യാം. 9. ഇനി ഈ 9 കൊണ്ട് നമുക്ക് 5നെയും ഗുണിച്ച് ലെസ് ചെയ്യണം, 8നെയും ഗുണിച്ച് ലെസ് ചെയ്യണം. 9 5s are എത്രയാണ്? 45. 40 ലെസ് ചെയ്തു, 5 ലെസ് ചെയ്യാൻ ലെസ് 10 ആഡ് 5. ഓക്കെ, ഇനി 9 8s are 72 പ്ലസ് ചെയ്തു. ആൻസർ ഈസ് 9. അബാക്കസിലെ ചില ഡിവിഷനുകളിൽ നമുക്ക് റീസ്റ്റോറേഷൻ മെത്തേഡ് യൂസ് ചെയ്യേണ്ടി വരും. അതെങ്ങനെയാണെന്ന് ഈ പ്രോബ്ലത്തിലൂടെ നോക്കാം. 464 ഡിവൈഡഡ് ബൈ 58 അല്ലേ. ഇവിടെ ഡിവിഡൻഡ് ഡിജിറ്റ്സ് 3. ഈ ഡിവിഷൻ സൈനും കൂടി ചേർത്താൽ 3 - 3 = 0. 0 പൊസിഷനിൽ നമ്മൾ ഡിവിഡൻഡ് സെറ്റ് ചെയ്യുന്നു. 464 ഡിവൈസർ 58. ഓക്കെ, ഇനി എവിടെയാണ് ആൻസർ പ്ലേസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഡിവൈസർ തന്നെയാണ് വലുത് അല്ലേ. ഈ 2 ഡിജിറ്റ് ഡിവിഡൻഡിലെ 46നേക്കാൾ വലുതാണ്, അതുകൊണ്ട് തൊട്ടടുത്ത റോഡിൽ തന്നെ ആൻസർ പ്ലേസ് ചെയ്യാം. ഒരേ സംഖ്യയോ അല്ലെങ്കിൽ ചെറുതോ, ഡിവൈസർ ചെറുതോ ആണെങ്കിൽ ജമ്പിങ് റോഡിൽ ആൻസർ പ്ലേസ് ചെയ്യാം. ഇതിപ്പോൾ ഡിവൈസറാണ് വലുത്, അതുകൊണ്ട് തൊട്ടടുത്ത റോഡിൽ തന്നെ ആൻസർ പ്ലേസ് ചെയ്യാം. ആദ്യം 46ൽ 5 നോക്കാം.
46ൽ 5 9 ടൈംസ് അല്ലേ, 9. ഈ 9 കൊണ്ട് നമുക്ക് 5നെയും ഗുണിച്ച് ലെസ് ചെയ്യണം, 8നെയും ഗുണിച്ച് ലെസ് ചെയ്യണം. നോക്കാം. 9 5s are എത്രയാണ്? 45 ലെസ് ചെയ്യാം. 45 ലെസ് ചെയ്തു. ഇനി 9 8s are 72 വേണം. 72 നമ്മളുടെ അടുത്തുണ്ടോ? ഇല്ല. അതുകൊണ്ട് ആൻസർ 9 പോസിബിൾ അല്ല. അതുകൊണ്ട് നമുക്ക് റീസ്റ്റോറേഷൻ മെത്തേഡ് യൂസ് ചെയ്യാം. എങ്ങനെയാണ് റീസ്റ്റോറേഷൻ? ആൻസറിൽ നിന്ന് നമ്മളൊരു 1 ലെസ് ചെയ്യുന്നു. അതേ ടൈമിൽ തന്നെ ജമ്പിംഗ് റോഡിൽ ഡിവൈസറിലെ ഫസ്റ്റ് ഡിജിറ്റ് ആഡ് ചെയ്യാം. അതായത് എവിടെയാണോ ആൻസർ പ്ലേസ് ചെയ്തിരിക്കുന്നത് അതിൽ നിന്നും ഒരു റോഡ് സ്കിപ്പ് ചെയ്ത്, ഇതാണപ്പോൾ ജമ്പിംഗ് റോഡ്, ഇതിൽ നമ്മൾ ഡിവൈസറിലെ ഫസ്റ്റ് ഡിജിറ്റ് ആഡ് ചെയ്യുന്നു. ഇനി നോക്കാം. 8 8s are 64. അപ്പോൾ എത്രയായി ആൻസർ? 8. നെക്സ്റ്റ് പ്രോബ്ലം. 203 ഡിവൈഡഡ് ബൈ 29. ഡിവിഡൻഡ് സെറ്റ് ചെയ്യാം. 3 - 3 = 0. 0 പൊസിഷനിൽ ഡിവിഡൻഡ് സെറ്റ് ചെയ്യാം. 2 0 3. ഡിവൈസർ 29. ഓക്കെ. ഇനി എവിടെയാണ് ആൻസർ സെറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. 2 ഡിജിറ്റ് കൺസിഡർ ചെയ്യുമ്പോൾ ആരാണ് വലുത്? ഡിവൈസറാണ് വലുത്. 29. 20യേക്കാൾ വലുതാണ് 29. അതുകൊണ്ട് തൊട്ടടുത്ത റോഡിൽ തന്നെ നമുക്ക് ആൻസർ സെറ്റ് ചെയ്യാം. 1s റോഡിൽ ആൻസർ സെറ്റ് ചെയ്ത് തുടങ്ങാം. ഓക്കെ. ഇവിടെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഡിവൈസറിലെ ഡിജിറ്റും ഡിവിഡൻഡിലെ ഫസ്റ്റ് ഡിജിറ്റും ഒരേ സംഖ്യയാണ്. മാത്രമല്ല ഡിവൈസറിലെ സെക്കൻഡ് ഡിജിറ്റ് വലുതാണ്. അപ്പോൾ നമുക്ക് 9 റൂൾ യൂസ് ചെയ്യാം. 9. ഇനി ഈ 9 കൊണ്ട് നമുക്ക് 2നെയും ഗുണിച്ച് ലെസ് ചെയ്യണം, ഈ 9നെയും ഗുണിച്ച് ലെസ് ചെയ്യണം. 9 2s are എത്രയാണ്? 18. 18 ലെസ് ചെയ്യാം. 10 ലെസ് ചെയ്തു. 8 ലെസ് ചെയ്യാം. ലെസ് 10 ആഡ് 2. 9 9s are 81. 81 നമുക്ക് ഇവിടെ ലെസ് ചെയ്യാനില്ല. അതുകൊണ്ട് 9 ആൻസർ അല്ല. അതുകൊണ്ട് നമുക്ക് റീസ്റ്റോറേഷൻ മെത്തേഡ് യൂസ് ചെയ്യാം. എന്താണ് റീസ്റ്റോറേഷൻ? ആൻസറിൽ നിന്നും നമ്മളൊരു 1 ലെസ് ചെയ്യുന്നു. അതേ ടൈമിൽ തന്നെ ഡിവൈസറിലെ ഫസ്റ്റ് ഡിജിറ്റ് ജമ്പിംഗ് റോഡിൽ എവിടെയാണോ ആൻസർ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അതിൽ നിന്നും ഒരു റോഡ് വിട്ട് ജമ്പിംഗ് റോഡിൽ ഡിവൈസറിലെ ഫസ്റ്റ് ഡിജിറ്റ് ആഡ് ചെയ്യാം. 2. ഓക്കെ. 8 9s are 72. 72ഉം ഇല്ല ഇവിടെ. 43 ഉള്ളൂ. അപ്പോൾ നമ്മൾ ഒന്നുകൂടി റീസ്റ്റോറേഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നു. ലെസ് 1 ആഡ് 2. ആഡ് 2 എങ്ങനെയാണ്? ആഡ് 5 ലെസ് 3. ഓക്കെ. ജമ്പിംഗ് റോഡിൽ 2 ആഡ് ചെയ്തു. ഇനിയോ 7 9s are 63 അല്ലേ? 63. ആൻസർ ഈസ് 7. നെക്സ്റ്റ് പ്രോബ്ലം. 326 divided by 25. ഓക്കെ. ഡിവിഡൻഡ് ഡിജിറ്റ് 3. 3 മൈനസ് ഡിവിഡൻഡ് സൈനും കൂടി ചേർത്തിട്ട് 3 - 3 = 0. 326. ഡിവൈസർ എത്രയാണ്? 25. ഓക്കെ. ഇനി ഇവിടെ 25 ആണോ 32 ആണോ വലുത്? വലുത് ഡിവിഡൻഡ് ആണ് അല്ലേ? ഡിവിഡൻഡ് വലുതാണ്, ഡിവൈസർ ചെറുതാണ്. ഡിവൈസർ ചെറുതായതുകൊണ്ട് നമുക്ക് ഒരു റോഡ് സ്കിപ്പ് ചെയ്തിട്ട് വേണം ആൻസർ പ്ലേസ് ചെയ്യാൻ അല്ലേ? ഡിവിഡൻഡ് ചെറുതോ അല്ലെങ്കിൽ അതേ സംഖ്യയാണെങ്കിൽ ഒരു റോഡ് എവിടെയാണോ നമ്മൾ ആൻസർ പ്ലേസ് ചെയ്തിരിക്കുന്നത് അതിൽ നിന്ന് ഒരു റോഡ് സ്കിപ്പ് ചെയ്ത് ജമ്പിംഗ് റോഡിൽ ആൻസർ പ്ലേസ് ചെയ്യാം. ഓക്കെ. 32ൽ 25 നോക്കാം. 3ൽ 2 1 ടൈം അല്ലേ? 1. ഈ 1 കൊണ്ട് നമുക്ക് 2 ഡിജിറ്റിനെയും ഗുണിച്ച് ലെസ് ചെയ്യണം. 1 2s are 2 ലെസ് ചെയ്തു. 1 5s are 10 ലെസ് ചെയ്യാം. ഇവിടെ നിന്നും 1 5s are 5 ലെസ് ചെയ്യണം. ഇവിടെ നിന്ന് 5 ലെസ് ചെയ്യണം. ലെസ് 5 = ലെസ് 10 ആഡ് 5. ഓക്കെ. ഇനി
76-ൽ 25 നോക്കാം. 7-ൽ 2 3 ടൈംസ് 3. 3 2s are 6. 3 5s are 15 പ്ലസ് ചെയ്തു. ഇപ്പം റിമൈൻഡർ 1 വന്നു അല്ലേ? അപ്പോൾ എത്ര ആൻസർ? 1 3 13, റിമൈൻഡർ 1. ഇനി നിങ്ങൾക്ക് ഡെസിമൽ ആൻസർ ആണ് വേണ്ടതെങ്കിൽ എന്ത് ചെയ്യണം? ഒരു 0 നമ്മൾ ബോറോ ചെയ്തു. ഇപ്പോൾ എത്രയായി? 1 0 10 ആയി. 10-ൽ 25 ഉണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ ഒരു 0 കൂടി ബോറോ ചെയ്തു. 1 0 0. 100-ൽ 25 നോക്കാം. ഓക്കെ. 1 0 10-ൽ 2 എത്ര ടൈംസ് ആണ്? 5 ടൈംസ്. 5 വെച്ച് നോക്കാം. ആ 5 എവിടെയാണ് നമ്മൾ പ്ലേസ് ചെയ്യേണ്ടത്? ഇവിടെ 1 0 10-ഉം ഡിവൈസർ 25 നോക്കുമ്പോൾ ആരാണ് വലുത്? ഡിവൈസർ വലുതാണ്. ഡിവൈസർ വലുതാണെങ്കിൽ നമ്മൾ തൊട്ടടുത്ത റോഡിൽ തന്നെ, എവിടെയാണോ നമ്മൾ ഡിവിഡൻഡ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ തൊട്ടടുത്ത റോഡിൽ തന്നെ ആൻസർ പ്ലേസ് ചെയ്യണം. ഓക്കെ. അപ്പോൾ നമുക്ക് ഇവിടെ വേണം ആൻസർ പ്ലേസ് ചെയ്യാൻ. 5 2s are നമ്മൾ 10 ലെസ് ചെയ്തു. പിന്നെ ഇവിടെ 0 മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ 5 പോസിബിൾ ആണോ? അല്ല. ഈ 5-നെ കൊണ്ട് നമുക്ക് ഈ 5-നെ ഗുണിച്ച് ലെസ് ചെയ്യണ്ടേ? പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? റീസ്റ്റോറേഷൻ ഇവിടെയും യൂസ് ചെയ്യാം. അപ്പോൾ ആൻസറിൽ നിന്നും ഒരു 1 നമ്മൾ ലെസ് ചെയ്യുന്നു. ലെസ് 1 ഈസ് ഈക്വൽ ടു ലെസ് 5 ആഡ് 4. അതേ ടൈമിൽ തന്നെ ഡിവൈസറിലെ ഫസ്റ്റ് ഡിജിറ്റ് ജമ്പിംഗ് റോഡിൽ നമ്മൾ പ്ലേസ് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എത്രയായി? 2 0 20. 1 0 0 100 ആയിരുന്നല്ലേ? ഇപ്പോൾ 2 0 20. ഓക്കെ. 4 5s are 20. ഇപ്പോൾ എത്രയായി ആൻസർ? 1 3 13.04.